നിരന്തരമായി തലപൊക്കുന്ന തരൂർ വിവാദങ്ങളുടെ ലക്ഷ്യമെന്താണ്? രാഷ്ട്രീയ എതിരാളികളെ പ്രശംസിച്ച് സ്വന്തം പാർട്ടിയിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എം പിയായ ശശി തരൂർ. വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കുമിടയിൽ സ്വന്തം കാഴ്ചപ്പാടുകളെ പരസ്യമാക്കാൻ പലപ്പോഴും തരൂർ മടി കാണിക്കാറില്ല. പിണറായി സർക്കാരിനെയും അടുത്തിടെ മോദി സർക്കാരിനെയും പുകഴ്ത്തിയ തരൂർ ഇപ്പോൾ പുതിയ ഒരു സെൽഫിയിലൂടെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംശയമുനയിൽ നിർത്തിയിരിക്കുന്നത്. BJP MP ആയ ബൈജയന്ത് ജയ്പാണ്ഡയ്ക്കൊപ്പം വിമാനത്തിൽ നിന്നുള്ള ഒരു ചിരിക്കുന്ന സെൽഫി കുറച്ച് സമയത്തേക്കെങ്കിലും അഭ്യൂഹങ്ങൾ ഉയർത്തിയിരുന്നു. ഒടുവിൽ നമ്മൾ രണ്ടുപേരും ഒരേ ദിശയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുസൃതി ഒളിപ്പിച്ച അടിക്കുറിപ്പോടെ ജയ്പാണ്ഡയാണ് സെൽഫി എക്സിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിന് വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിക്കൊണ്ട് തരൂർ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ്. ഭുവനേശ്വറിലേക്ക് മാത്രം വരുന്ന സഹയാത്രികൻ മാത്രമാണ് താനെന്ന് തരൂർ എക്സിൽ തന്നെ ഇതിന് മറുപടിയും നൽകുന്നുണ്ട്. നാളെ രാവിലെ ഞാൻ കലിംഗ ലിറ്റ് ഫെസ്റ്റിവൽ പ്രസംഗിക്കുന്നുണ്ട്, ഉടനെ തിരിച്ചു വരുമെന്നും തരൂർ പോസ്റ്റ് ചെയ്തിരുന്നു. BJPയുമായുള്ള വിമാനത്തിലെ കൂടിക്കാഴ്ച യാദൃശ്ചികം മാത്രമാണെന്നും രാഷ്ട്രീയമായിരിക്കില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു തരൂരിന്റെ മറുപടി. മോദി യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ നേതാവാണെന്നും നേരത്തെ പാർലമെന്റിൽ യുദ്ധവിഷയത്തിൽ ഇന്ത്യൻ നിലപാടിനെ എതിർത്തതിൽ ലജ്ജ തോന്നുന്നുവെന്നും ന്യൂഡൽഹിയിൽ നടന്ന റെയ്സിന ഡയലോഗ് പരിപാടിയിൽ തരൂർ പറഞ്ഞിരുന്നു. അതിന് ആഴ്ചകൾക്ക് മുൻപാണ് തരൂർ കേരളത്തിലെ LDF സർക്കാരിന്റെ വ്യവസായ നയത്തെ പ്രകീർത്തിച്ചത്. ഒരേസമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണെന്ന് പ്രശംസ. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് തിരുത്തിയാണ് തരൂരിന്റെ പുതിയ പരാമർശം വന്നത്. 2022 താൻ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നുവെന്നും തരൂർ അന്ന് പറഞ്ഞിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു തരൂരിന്റെ ആദ്യത്തെ വിമർശനം. ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരായി സംസാരിച്ചതല്ലാതെ മോദി യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നും തരൂർ അന്ന് പറഞ്ഞിരുന്നു. ഈ നിലപാട് തെറ്റായിപ്പോയെന്നാണ് തരൂരിന്റെ പുതിയ വാദം. നേരത്തെ തന്നെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയായിരുന്നു തരൂരിന്റെ വാക്കുകൾ. മോദിയോട് വിലപേശൽ എളുപ്പമല്ല, അക്കാര്യത്തിൽ അദ്ദേഹം എന്നെക്കാളും മെച്ചപ്പെട്ടയാളാണ് എന്നതായിരുന്നു ട്രംപിന്റെ പുകഴ്ത്തൽ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാവില്ല എന്നതായിരുന്നു തരൂരിന്റെ മറുപടി. ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ല എന്ന അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നും താൻ കരുതുന്നുണ്ടെന്നും തരൂർ പ്രതികരിച്ചിരുന്നു. അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം, ഞങ്ങൾ അവരെ നോക്കും, അവർ ഞങ്ങളുടെ പൗരന്മാരാണ്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്ന് താൻ കരുതുന്നുണ്ടെന്നും വാസ്തവം തനിക്ക് അറിയില്ല എന്നും തരൂർ കഴിഞ്ഞ മാസം 15-ാം തീയതി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് മുഖവിലക്കെടുക്കാതെയാണ് വീണ്ടും മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ രംഗത്തെത്തിയത്. അതിനുശേഷം തരൂർ ഇപ്പോഴും വീണ്ടും BJPയുമായി കൂടിച്ചേർന്നുകൊണ്ട് മറ്റൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തനിക്ക് പങ്കില്ല എന്നും അവർ ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും തരൂർ തിരുത്തുമ്പോൾ തന്നെയും തരൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന വിവാദങ്ങളെല്ലാം തന്നെ ഒരു സംശയ നിഴലിലേക്ക് മാറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന നിലപാടുകളും ഇത്തരത്തിലുണ്ടാകുന്ന വിവാദങ്ങളും എല്ലാം തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തി കൂടുകയും ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് തരൂരിന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള ഒരു കാര്യത്തിൽ തരൂർ മാത്രമാണ് പലപ്പോഴും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പലപ്പോഴും CPMന് ചേർന്ന് നിന്നുകൊണ്ട് പലസ്തീൻ വിഷയത്തിലെല്ലാം തന്നെ നിലപാട് സ്വീകരിക്കുന്ന തരൂർ അവിടെയും കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള തലവേദന ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നെ മോദിയെക്കുറിച്ചാണെങ്കിലും പിണറായി വിജയന്റെ വ്യവസായത്തെക്കുറിച്ചാണെങ്കിലും തരൂർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ തരൂർ ഉണ്ടാക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിന് താൻ എന്തുമാത്രം പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കും. അത് അല്ലാത്ത പക്ഷം പലപ്പോഴായി BJPയിലേക്കോ അല്ലെങ്കിൽ CPMയിലേക്കോ താൻ പോകാനുള്ള സാധ്യതയുണ്ട് എന്നും തനിക്കായി വാതിലുകളെല്ലാം തന്നെ തുറന്നിട്ടിരിക്കുകയാണ് എന്നും കോൺഗ്രസിനെ ഭയപ്പെടുത്താനും അർഹിക്കുന്ന സ്ഥാനം നേടിയെടുക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗം എന്നതാണ് എന്നുള്ള വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ആദ്യം കേരളത്തിൽ CPMന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച് തരൂർ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ CPM ഇരുകൈ നീട്ടും സ്വീകരിക്കും എന്ന വാർത്തകളെല്ലാം തന്നെ പരന്നിരുന്നു. മാത്രമല്ല തരൂർ ഒരുപക്ഷെ BJPയിലേക്കോ CPMയിലേക്കോ ഏതിലേക്കായിരിക്കും ചേക്കേറുക എന്ന ചോദ്യം ഉയർന്നു വന്ന സാഹചര്യത്തിലും ഒരുപക്ഷെ അതിനുള്ള ഏറെ സാധ്യത CPMയിലേക്കാണ് എന്ന വിമർശനവും തലപൊക്കി.
പുറത്തിറക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മോദിയെ സ്തുതിച്ചുകൊണ്ട് തരൂർ രംഗത്തേക്ക് എത്തുന്നത്. അതോടെ BJP-യിലേക്കുള്ള സാധ്യതയും തുറന്നിടുകയാണ്. മാത്രമല്ല കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് തരൂരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും പുറത്തിറങ്ങിയിരുന്നു. ഇവയെല്ലാം തന്നെ BJP തരൂരിനെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാണ് എന്ന് സൂചിപ്പിക്കുന്ന തലത്തിലേക്ക് വളച്ചൊടിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ക്ഷീണവും സമ്മാനിച്ചിരുന്നു. സ്വാഭാവികമായും തരൂർ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മറ്റ് പാർട്ടികളിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തീരാ നഷ്ടമാകും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വന്തം സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയാണ് തരൂരിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിമർശനം.